അസ്സലാമലൈക്കും. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതിനു ശേഷം ഈച്ച ശല്യം ഭയങ്കര കൂടുതലാണല്ലോ. നമ്മൾ എന്ത് ചെയ്താലും പെനോയിലിട്ട് തുടച്ചാലും അല്ല പുൽത്തൈലായാലും പിന്നെ ബാക്കിയുള്ള എന്ത് നമ്മൾ ലിക്വിഡ് എന്തോ ഒഴിച്ചിട്ട് തുടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അത് തുടച്ചെടുക്കുമ്പോൾ ഒരു ആ നനവിൽ വരില്ല എന്ന് മാത്രം. പിന്നെ അതിന് ശേഷം പിന്നെ ഈച്ചകൾ നല്ല വന്ന് നിറയും. അപ്പോൾ അത് എന്താണ് അതിനൊരു പ്രതിവിധി എന്നിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കടയിൽ നിന്നൊരു സംഭവം കിട്ടിയത് കേട്ടോ. അത് വെച്ചതിന് ശേഷം ഈച്ചകളൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അത് എന്താണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അതിന് മുന്നേ നമ്മൾ ഈച്ച നമുക്ക് വരുത്തിക്കുന്ന കുറച്ച് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ. എല്ലാവർക്കും അറിയണമൊക്കെ തന്നെയാണ്, എന്നാലും ഞാനൊന്ന് പറയാം കേട്ടോ. മഞ്ഞപ്പിത്തം, പിന്നെ വയറിളക്കം, പിള്ളവാതം ഉണ്ടാവും, പിന്നെ ടൈഫോയിഡ്, കോളറ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നമുക്ക് ഈച്ചയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പരത്തുന്ന ഈച്ചേനെ നമുക്ക് എങ്ങനെ ശല്യം ഒന്ന് കുറക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ ഉള്ളൊരു പ്രധാന പ്രശ്നമാണ് കേട്ടോ ഒരു ഈച്ച ശല്യം എന്ന് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം കേട്ടോ റിസൾട്ട്. നമ്മൾ ആ കാർഡ് വെച്ചതിന് ശേഷം കണ്ടോ ഒരുപാട് ഈച്ചകളെ നമുക്ക് ഇതിൽ നിന്ന് ഒട്ടി പിടിച്ചിട്ട് ചത്തു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മോന്. അപ്പോൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ അധികം ഈച്ചകളൊന്നുമില്ല, പിന്നെ ഒന്നോ രണ്ടെണ്ണം അങ്ങനെ പാറി നടക്കണുള്ളൂ കേട്ടോ. അത് ഇനിയിപ്പോൾ ഒന്നും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിലൊക്കെ ക്ലിയർ ആവും തോന്നുന്നുണ്ട്. ഇപ്പോൾ നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ ഈച്ച ശല്യമൊക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ വിവരം ഒന്ന് വിശദമായി കാണിച്ചു തരാം കേട്ടോ. ഈ കാർഡ് നമ്മൾ എല്ലാ കടകളിൽ നിന്നും നമുക്ക് കിട്ടും, ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലൈ ഗ്ലൂ ബോർഡ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു സംഭവം എന്തോ ചൈനക്കാരെ ജപ്പാൻകാരെ എന്താ കണ്ടുപിടുത്താണ്ട് സംശയമുണ്ട്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയ ഒരു സാധനം തന്നെയാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതിങ്ങനെ നിർത്തിയിട്ട് വെക്കുക ചെയ്യുക. അതിങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ ഫസ്റ്റ് കാണുന്ന സമയത്ത്. പിന്നെ അത് നടുങ്ങനെ പൊളിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരെ വെക്കുക ചെയ്യുക. അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളേ, നമുക്ക് കടയിലൊക്കെ കയറി ചോദിക്കാൻ എളുപ്പത്തിനാവും കേട്ടോ. അപ്പോൾ ഫ്ലൈ ഗ്ലൂ ബോർഡ്, അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് നോക്കാം. ഇനി ഇതാണ് കേട്ടോ ഞാൻ മുന്നേ വെച്ചെന്ന് പറഞ്ഞത് കേട്ടോ. അത് വേറെ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇപ്പോൾ. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഉണ്ടാവും. അതിങ്ങനെ നേരെ പൊളിച്ച് വെക്കുക ചെയ്യുക. അത് കംപ്ലീറ്റ് ആക്കുന്നില്ല കേട്ടോ, നമുക്കിപ്പോൾ ആവശ്യമില്ല, ഇപ്പോൾ അത് കാരണം എടുക്കുന്നില്ല. ഇങ്ങനെ ഒരു പശയാണ്, ഗ്ലൂ ആണ് ഇതിലുണ്ടാവുക. അപ്പോൾ അതിൽ വന്ന് ഒട്ടി പിടിച്ചിരിക്കുക കേട്ടോ. ഈ ഒരു ബോർഡിൻ്റെ മേലെ ഒരു ഈച്ചയുടെ ചിത്രങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് ഞാൻ പൊളിക്കുന്നില്ല, നമുക്കിപ്പോൾ അത് ആവശ്യമില്ല പൊളിക്കേണ്ട, അത് കാരണം എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, എല്ലാവരും വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല 100% യൂസായ സാധനമാണ്. കണ്ടോ അത്രയും ഈച്ചകൾ ഇതിൽ കുടുങ്ങിയില്ലേ, നമ്മൾ എന്ത് കാട്ടിയാലും പോകില്ല. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളായ സാധനമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുടെ വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേ. പിന്നെ നിങ്ങളെ കേട്ടോ സപ്പോർട്ട് നമ്മൾ കൂടൊപ്പം വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടുക. പിന്നെ ഇത് വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ, എല്ലാവർക്കും ഉപകാരപ്പെടും. ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, നമ്മൾ അറിവിലുള്ള എല്ലാവർക്കും. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ നേരെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ണുകൂട്ടേണ്ട വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നമ്മളെ വീഡിയോസിൽ ഒരുപാട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ, ഓർഗാനിക്, നമ്മളെ കെമിക്കലൊന്നും ഇല്ലാണ്ട് പ്യുവർ ആയിട്ട് ഉണ്ടാക്കുന്ന സോപ്പിൻ്റെ വീഡിയോ ഉണ്ട്. അത് പ്ലേലിസ്റ്റിൽ എടുക്കുന്നുണ്ടാവും കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.